അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവന്നത് 2024 മോഡൽ സ്മാർട്ട് കണക്റ്റ് ഫീച്ചറുള്ള ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്കൂട്ടർ തന്നെ പറയാം. ജുപ്പിറ്റർ 125 ആണ് ടി വി എസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഈ പുതിയ സ്മാർട്ട് കണക്റ്റ് മീറ്ററിൻ്റെ പുതിയ കാര്യങ്ങൾ വന്നേക്കുന്നത്, അതുപോലെ തന്നെ പ്രൈസ്, EMI കാര്യങ്ങൾ, സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇത് 2024 മോഡലാണ്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ കണ്ടറിയാൻ പറ്റും. അതിൽ 18/1/2024 മാനുഫാക്ചർ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാൻ ഈ കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വലിയ മാറ്റ് ബ്ലാക്ക് കളറുള്ള വൈസർ. അതിൽ സ്മാർട്ട് കണക്റ്റ് ബാഡ്ജിങ് വരും, ക്രോമിൻ്റെ ഓർണമെൻറ്റ്സും വരും. പിന്നെ ഹെഡ്ലൈറ്റ്സ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും ഹെഡ്ലൈറ്റ്സും എല്ലാം, ബൾബുകളെല്ലാം തന്നെ ഹാലജൻ മാറ്റിയിട്ട് LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. TVSൻ്റെ 3D ബാഡ്ജിങ് വരും. നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ് വരുന്നുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ് ഈ വലുപ്പത്തിൽ കാണുന്നത്. യെല്ലോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മേളിൽ കൂടി ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ് സ്ട്രിപ്പ് പോലെ കാണുന്നത്. അതിൻ്റെ മേളിലും കീഴിലുമായിട്ട് ക്രോമിൻ്റെ അഡീഷണൽ ബാഡ്ജിങ് വരും, റിച്ച് ലുക്ക് കിട്ടാനായിട്ട്. പിന്നെ മാക്സ് മെറ്റൽ ടെക്നോളജിയാണ്, അതായത് ഫുൾ മെറ്റലാണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നുമില്ല. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. 12 ഇഞ്ചാണ് സൈസ്. ഫ്രണ്ട് ടയർ വരുന്നത് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. 90/12 TVSൻ്റെ ടയർ തന്നെയായിരിക്കും കമ്പനി തരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് പ്യുവർ മെറ്റലാണ്. അതുകൂടാതെ സ്ക്രാച്ച് ആവാണ്ടിരിക്കാനായിട്ട് മഡ് ഗാർഡിൻ്റെ തുമ്പത്തായിട്ട് ഒരു റബ്ബറിൻ്റെ ഗാർഡും കമ്പനി തരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ഓയിൽ യൂസ് ചെയ്തുള്ള സസ്പെൻഷനാണ് വരുന്നത്. വളരെ സ്റ്റേബിളായിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 230 mm വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. സിംഗിൾ കാലിപ്പറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ആണ് ജുപ്പിറ്റർ 125 നമുക്ക് തരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ഫുഡ് സ്പേസ്, നമ്മുടെ കാല് വെച്ച് കഴിഞ്ഞാലും ഒത്തിരി സ്ഥലം ഫ്രണ്ടിൽ ബാക്കിയുണ്ടാകും. നല്ല പൊക്കമുള്ള ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ തന്നെയും കാല് മുട്ടൊന്നുമില്ല, സുഖസുന്ദരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 5 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഫ്യൂൽ അടിക്കണി വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെയാണ് ഫ്യൂൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഗ്രിപ്പുകളായാലും സ്വിച്ചസ് ആയാലും തന്നെ ഹെവി ക്വാളിറ്റിയാണ് ജുപ്പിറ്റർ 125 വരുന്നത്. മൈലേജ് കൂടുതൽ കിട്ടാനായിട്ട് ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. അതിൻ്റെ ബട്ടണും വണ്ടിയിൽ വരും. പിന്നെ അത് കൂടാതെ ഹസാർഡ് ലൈറ്റിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരും. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. ഇതാണ് സിമ്പിളായിട്ടുള്ള ജുപ്പിറ്ററിൻ്റെ കീ വരുന്നത്. വെറുതെ സിമ്പിളായിട്ടുള്ള അതെല്ലാം മോഡൽ ജുപ്പിറ്റർ 110 ആയാലും ക്ലാസിക് ആയാലും ഈ സെയിം ടു സെയിം കീ തന്നെയാണ് വരുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഈ ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. സ്മാർട്ട് കണക്ട് ഉള്ള മീറ്ററാണ്. ഇത് 2 പോർഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടുതലായിട്ടും കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് വഴി അവരുടെ ഒരു ആപ്ലിക്കേഷൻ TVSൻ്റെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് വണ്ടിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്താൽ ആ കണക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഇടത്തെ സൈഡിലെ മീറ്ററിൽ കാണിക്കും. വലത്തെ സൈഡിലെ മീറ്റർ കാണിക്കുക സ്പീഡോ മീറ്റർ, ഫ്യൂവലിൻ്റെ അളവ്, അതുകൂടാതെ ട്രിപ്പ് 1, 2, ഓഡോമീറ്റർ, പിന്നെ ടോപ്പ് സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വലത്തെ സൈഡിലെ TVS എഴുതിയില്ല. അതിൻ്റെ താഴെയുള്ള മീറ്റർ പോർഷൻ കാണിക്കുക. ഇടത്തെ സൈഡിലെ മീറ്ററിൽ കണക്ടിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ആപ്ലിക്കേഷനായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നാവിഗേഷൻ വരികയാണെങ്കിൽ നാവിഗേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ മീറ്ററിൽ കാണിക്കും. അത് കൂടാതെ വോയിസ് കമാൻഡിന് സ്വിച്ച് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു റെഡ് കളർ, അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് കമാൻഡും വോയിസ് അസിസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ അത് കൂടാതെ വെതറിൻ്റെ അപ്ഡേറ്റ്സ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ക്രിക്കറ്റ്, സ്പോർട്സിൻ്റെ അപ്ഡേറ്റ്സ്, പിന്നെ അതുകൂടാതെ കോള്, SMS, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയുടെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ മുകളിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ മോഡലിൽ, അതായത് ഈ ഒരു 125cc ഞാൻ ഈ ഫീച്ചേഴ്സൊക്കെ കണ്ടിരിക്കുന്നത് എൻടോർക്ക് 125 എക്സ്ട്രാ ടെക്നോളജിയിലും പിന്നെ ഈ ജുപ്പിറ്റർ 125 ഈ പുതിയ മോഡൽ സ്മാർട്ട് കണക്റ്റിലും ആണ്. ബാക്കി ഒറ്റ മോഡലിൽ ഞാൻ ഈ ഫീച്ചേഴ്സൊന്നും കണ്ടിട്ടില്ല. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നോർമലായിട്ട് വരുന്ന ഡിസ്റ്റൻസ് ടു MT, ആവറേജ്, ലാസ്റ്റ് ഫ്യൂൽ എക്കോണമി എല്ലാം നോർമലായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്യൂവലിൻ്റെയും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഓപ്പണിങ് സെയിം കീ ബട്ടണിൽ തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഡിം ബ്രൈറ്റ്നെല്ലാം നോട്ടിഫിക്കേഷൻ സൈഡിലായിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാറുണ്ട്. ഇതുപോലെ സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് കാണിക്കും. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. കാരണം ഈ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരും. സീറ്റ് തുറന്നിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സീറ്റ് അണ്ടർ സ്റ്റോറേജ് വരുന്നത് ജുപ്പിറ്റർ 125 അതൊരു സംശയമില്ല. 33 ലിറ്ററാണ് വാഹനത്തിൻ്റെ അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. അത് കൂടാതെ 125 സ്മാർട്ട് കണക്റ്റിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ് ഇരിക്കുന്നത്. റിഫ്ലക്ടറും 125 ബാഡ്ജിങ്ങും ഉള്ള ബാക്ക് ഗ്രാബ് ഹാൻഡിൽ, അതായത് രണ്ടാമതിരിക്കുന്ന പേഴ്സണിന് നടുവിന് ഒരു സപ്പോർട്ടൂടെ കിട്ടും. ഇതാണ് 33 ലിറ്റർ സ്റ്റോറേജ് ഉള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ് കാണിക്കുന്നത്. 2 ഹെൽമെറ്റ് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു ബാക്ക് പാക്ക് ഇതിൽ വെച്ചാലും ബാക്കി സ്ഥലം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
പിന്നെ ചേസസ് നമ്പറാണ് ഈ കാണുന്നത്, അത് സീറ്റിൻ്റെ താഴെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് OBD2 സെൻസർ സ്കാൻ ചെയ്യാനുള്ള ആ പോർട്ടിൻ്റെ ലോക്കാണ്. ഇത് പൊക്കി കഴിഞ്ഞാൽ OBD2 സെൻസർ കുത്താനുള്ള USB പോലത്തെ പോർട്ട് കാണിക്കുന്നതാണ്. ഈ സ്കൂട്ടർ കോപ്പർ കളർ ആകുമ്പോൾ സീറ്റ് കളർ വന്നത് ബ്ലാക്ക് ആണ്. അതുകൂടാതെ ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു വൈറ്റ് സ്റ്റിച്ചിങ് കൂടെ വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫ്യൂൽ ലിഡിൻ്റെ ഓപ്പണർ. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഫ്യൂൽ ടാങ്ക് നേരെ താഴെയാണ് വന്നത്. അത് കൂടാതെ അതിൻ്റെ താഴെയാണ് ബാറ്ററിയും വന്നത്. അതുകൊണ്ടാണ് നമുക്ക് സീറ്റിന് ഇത്രയും സ്പേസ് കിട്ടുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജിന്. 124cc എഞ്ചിനാണ്. 8.5 bhp പവർ വരും, 10.5 Nm ടോർക്ക് വരും. ടോപ്പ് സ്പീഡ് 90 km. മൈലേജ് ഒരു 60-65 ഇടയിൽ ഒത്തിരി കസ്റ്റമർക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നമുക്ക് കൈ വെച്ചിട്ട് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷനാണ്. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ സസ്പെൻഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സസ്പെൻഷൻ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ് ഈ മുകളിൽ കാണുന്നത്. വണ്ടി കലക്കം വണ്ടിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള വാഹനം വേറെ വന്നിട്ടില്ല. ഈ 125ൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് നിറച്ചങ്ങോട്ട് വെച്ചേക്കാണ്. സൈലൻസിൻ്റെ ടിപ്പ്, അതുപോലെ തന്നെ ഫ്രണ്ട് നിങ്ങൾ കണ്ടില്ലേ, ഇൻഡിക്കേറ്ററിൻ്റെ ചുറ്റും സകലതും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ബാക്ക് സൈഡും 12 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. സാധാരണ ഈ സെഗ്മെൻറ്റ് അല്ല, അതിന് ഫ്രണ്ട് 12ഉം ബാക്ക് 10ഉമാണ് വരിക. ഇതിന് ഫ്രണ്ടും ബാക്കും 12 ഇഞ്ച് തന്നെയാണ് ടയറും അലോയ് വീലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ചാട്ടങ്ങളൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് പറഞ്ഞാൽ 1275 ആണ്. ആകെ വെയിറ്റ് 108 കിലോയെ വരുന്നുള്ളൂ. 765 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം പൊക്കം കുറഞ്ഞ ചേച്ചിമാരിക്കും, ഒരു 5 അടി 2 ഇഞ്ച് അല്ലെങ്കിൽ 5 അടി പൊക്കമുള്ള ചേച്ചിമാർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്രയാവുന്നതാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കേണ്ട, പൊക്കം ഇത്രയേ ഉള്ളൂ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് എന്തായാലും ഓടിക്കാൻ പറ്റും. 5 അടിക്ക് മേളിൽ പൊക്കമുള്ള ചേച്ചിമാരും പെൺകുട്ടികളും ധൈര്യമായിട്ട് എടുത്ത് ഓടിച്ചു നടക്കാവുന്ന വണ്ടിയാണ്. ഇതിന് ഓൺ റോഡ് 1,26,600 ഇന്ന് ഫെബ്രുവരി 3 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് പ്രീമിയർ TVSൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. TVSൻ്റെ സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. നമ്മൾ ഡെയിലി പുതിയ വണ്ടികളുടെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.